എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇക്ഷ്വാകു വംശജനായ യുവനാശ്വൻ്റെ കഥയാണ്. ഇക്ഷ്വാകു വംശത്തിലെ പ്രതാപിയായ രാജാവായിരുന്നു യുവനാശ്വൻ. യുവനാശ്വന് 100 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും സന്താനഭാഗ്യമുണ്ടായിരുന്നില്ല. ആ പുത്രദുഃഖത്താൽ പീഡിതനായ രാജാവ് ഒരു ദിവസം പുണ്യാത്മാക്കളുടെ ദർശനം കാംക്ഷിച്ച് വനാന്തരങ്ങളിൽ സഞ്ചരിക്കവേ ഒരു മുനിമണ്ഡലത്തിൽ എത്തിച്ചേരുകയുണ്ടായി. അവരെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷത്തിൻ്റെയും തൻ്റെ മനോവ്യഥകളുടെയും ആധിക്യത്താൽ അദ്ദേഹം മുനിമാരുടെ മധ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസവും വിട്ടുകൊണ്ട് ഇരിപ്പായി. ഇങ്ങനെ ശോകമൂകനായിരിക്കുന്ന രാജാവിനെ കണ്ട് മുനിമാർ ദുഃഖകാരണം അന്വേഷിച്ചു. രാജാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ദുഃഖകാരണം അറിയിച്ചു. ദയ തോന്നിയ മുനിമാർ രാജാവിന് പുത്രഭാഗ്യമുണ്ടാകാനായി ഇന്ദ്രദൈവതമെന്ന ഒരു യാഗം കഴിപ്പിക്കാൻ നിശ്ചയിച്ചു. തുടർന്ന് കൊട്ടാരത്തിലെത്തിയ മഹർഷിമാർ യാഗത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. ഒരു പാത്രത്തിൽ ജലം നിറച്ചു വെച്ച് രാജാവിന് പുത്രലാഭമുണ്ടാകുവാനായി അവർ ജപം കഴിച്ചുകൊണ്ടിരുന്നു. യാഗം ഏതാണ്ട് അവസാനിക്കാറായി. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് അസഹ്യമായ ദാഹം തോന്നി. അടുത്തെങ്ങും ജലം ലഭിക്കാത്തതിനാൽ അദ്ദേഹം യാഗശാലയിലേക്ക് കയറി ചെന്നു. മുനിമാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന അവസരമാണ്. അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ കണ്ട പാത്രത്തിൽ നിന്നും തനിയെ ജലമെടുത്തു കുടിച്ചു. പുത്രലാഭത്തിനായി രാജ്ഞിമാർക്ക് കൊടുക്കുവാൻ ജപിച്ചു വെച്ചിരിക്കുന്ന ജലമാണെന്നറിയാതെയാണ് രാജാവ് അതെടുത്തു കുടിച്ചത്. പിറ്റേ ദിവസം മുനിമാർ യാഗശാലയിൽ ചെന്ന് നോക്കിയപ്പോൾ ജലം കാണുന്നില്ല. അവർ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ രാജാവ് അവരുടെ മുൻപിൽ ചെന്ന് ഉണ്ടായ സംഗതികളെല്ലാം വിശദമായി അവരെ അറിയിച്ചു. വിധിവിഹിതം തടുക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് മുനിമാർ പറഞ്ഞു. അനന്തരം യാഗം അവസാനിപ്പിച്ച് അവർ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി. യുവനാശ്വൻ്റെ ഇന്ദ്രദൈവത യജ്ഞം അങ്ങനെ അവസാനിച്ചു. യുവനാശ്വൻ്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ രാജാവും മന്ത്രിമാരും കൂടിയാലോചിച്ച് ആ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ചു. ഭക്ഷണമില്ലാതെ കാട്ടിൽ കിടന്ന കുഞ്ഞിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ദ്രൻ കുഞ്ഞിൻ്റെ കാലിലെ പെരുവിരലെടുത്ത് അതിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ പെരുവിരൽ ചുരത്തിയ അമൃത് കുടിച്ച് ശക്തനായി വളർന്ന കുട്ടി യുവനാശ്വന് ശേഷം രാജാവായി തീർന്നു. ഇക്ഷ്വാകു വംശജനായ യുവനാശ്വൻ്റെ കഥ ഇവിടെ തീരുകയാണ്. യുവനാശ്വപുത്രനായ മാന്ധാതാവിൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം.